ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാർട്ടിയിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ സ്പോഞ്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വാനില സ്പോഞ്ച് 1 kg. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്, ബ്രൗൺ കളറ് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. തിക്നെസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത്രയും ഹൈറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം കേട്ടോ. ഞാൻ ഒരു പാർട്ടിയിലായതുകൊണ്ട് ഇത്രയും ഹൈറ്റ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ 1.5. ബ്ലാക്ക് ആണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതേപോലെ ഒന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നല്ലപോലെ വിപ്പായതിന് ശേഷം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടിന്നോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരം വേണം, പുഡിംഗ് ആണല്ലോ. നല്ലപോലെ തണുപ്പിച്ചിട്ടില്ല കഴിക്കാൻ, അപ്പോൾ നല്ലപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടിന്നോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്പോഞ്ചിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാലും മിൽക്ക് മെയ്ഡും വെള്ളവും ഷുഗറും 4 കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ കേക്കിന് വെറ്റ് ചെയ്യുന്ന പോലെയല്ല, നല്ല പോലെ ഒഴിച്ച് കൊടുക്കണം. പുഡിംഗ് ആണല്ലോ, അപ്പോൾ കേക്ക് പോലെ കഴിക്കാൻ കഴിയില്ല. കുറച്ച് നല്ല പോലെ തന്നെ മുങ്ങിക്കിടക്കണം പാലിൽ. ആ വിധത്തിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നല്ലപോലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇനി വിപ്പ് ചെയ്ത ക്രീമിലേക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. 1 ബാർ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 1/4 ഭാഗമാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ടാണ് ഇടുന്നത്. അതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ സ്പോഞ്ചിൻ്റെ മേലെ ഈ ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കേക്കിന് ആക്കുന്ന പോലെ കുറച്ച് ലൂസാക്കിയിട്ടല്ല, നല്ലപോലെ തന്നെ വിപ്പ് ചെയ്യുക. ബാക്കി 1 ബാർ ചോക്ലേറ്റിൽ ബാക്കി 1/4 ഭാഗം ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഗനാഷ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഒരുപാട് വിപ്പിംഗ് ക്രീം ചേർക്കണ്ട, നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതുപോലെ തിക്കായിട്ട് തന്നെ കിട്ടണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രീം തേച്ചതിന് ശേഷം നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അതിന് ശേഷം ഗനാഷ് ചേർത്ത് കൊടുത്താൽ മതി. ഗനാഷും നല്ലപോലെ ചൂടോടുകൂടി ചേർത്ത് കൊടുക്കരുത്. അത്യാവശ്യം നല്ല കുറച്ച് ചൂട് പോയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. നന്നാകുമ്പോൾ ലൂസാവാനും പാടില്ല ഗനാഷ്. അതിൻ്റെ മേലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് വെച്ച് കൊടുക്കുക ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ പാർട്ടിയിലായതുകൊണ്ട് ഇത് കട്ടായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.